സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ. പ്രിയ കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. വിടരുന്ന മുട്ടുകളിൽ ഇന്ന് ആലുവ റൊഗേഷനിസ്റ്റ് അക്കാഡമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗം കേൾക്കാം. ആദ്യം ഒരു ദേശഭക്തി ഗാനം കേട്ടാലോ? പാടുന്നവർ ഐറ സയാൻ, ആഭാനാഥ് VS, അന്ന തെരേസ, അദിതി ജ്യോതിഷ്, റയ അനീസ് ഖാൻ, ഡോണ മരിയ, അദിതി അനൂപ്, ഐവ ആൻ ക്രിസ്റ്റിൻ, ജിയ ടെസ് ക്രിസ്റ്റീൻ. ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം, വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം, ജാതി ദ്വേഷ മതാന്ത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഹിത എന്നുമിവിടെ സനാതനം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭശ്രുതി മനോഹര സ്നേഹഗാഥകളെഴുതുമീ നാമം. അതു കേട്ടു വളരുകയാണു നശ്വര വജസ്സിലീ ലോകം. മനോഹരം മനോഹരം പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. കനവിലും നിലവിലും ഇരുളിലും തെളിവിലും ഒരുപോലെയുണരുമീ ആർദ്ര സുന്ദര മന്ത്രമീ നാമം. അതുരുവിടുന്നൊരു ജനത നേടിയതതുലമാം ഭാഗ്യം. ജന്മകാരിണി മാതൃഭാരതമെന്നു മുലകിന് സാന്ത്വന
പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദ ചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ജാതിദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഹിത എന്നുമിവിടെ സനാതനം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. അടുത്തത് ഒരു കുഞ്ഞി കഥയാണ്. കഥ പറയുന്നത് ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് അതിഥി സന്തോഷ്. ഞാൻ LKG സിയിലാണ് പഠിക്കുന്നത്. പണ്ട് 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 ഒരിടത്ത് ഒരമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോകുകയായിരുന്നു. അപ്പോ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആരും ഒന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. അപ്പോ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാവും? അമ്മയാട് പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം. ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് ഈ പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നു അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, അമ്മ അകത്ത് കയറുവിൻ. എന്നിട്ട് അമ്മയാട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ സാക്ഷയിലൂടെ വാതിലടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈകൾ നിറയെ പലഹാരങ്ങളുമായി കൊണ്ട് അമ്മയാട് വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയാട് മുന്നേ പാട്ടുപാടി. അതെല്ലാം ശ്രദ്ധിച്ച് ആൽമരത്തിന്റെ മുകളിലായിട്ട് ഒരു കുറുക്കനിരിപ്പുണ്ടായിരുന്നു. എന്ത് കുറുക്കനും മുന്നേ പാട്ടുപാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൂരമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, അമ്മ അകത്ത് കയറുവിൻ. കുഞ്ഞുങ്ങൾ സാക്ഷയിലൂടെ വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ നിന്നുകൊണ്ട് ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈകൾ നിറയെ പലഹാരങ്ങളുമായിക്കൊണ്ട് അമ്മയാട് വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയാട് മുന്നേ പാട്ടുപാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൂരമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, അമ്മ അകത്ത് കയറുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയാട് തള്ളി വാതിൽ തുറന്നു. നോക്കിയപ്പോൾ കുറുക്കന്റെ കാൽപ്പാടുകൾ അമ്മയാട് കണ്ടു. അമ്മയാടിന് മനസ്സിലായി തന്റെ കുഞ്ഞുങ്ങളെ തിന്നത് കുറുക്കനാണെന്ന്. അമ്മയാട് കുറുക്കന്റെ കാൽപ്പാടുകൾ നോക്കി പിന്തുടർന്ന് വീണ്ടുതിർന്ന് കുറുക്കനിരിക്കുന്ന സ്ഥലത്തെത്തി. അമ്മയെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയാട് ഓടിച്ചെന്ന് കുറുക്കന്റെ വയറിൽ കുത്തി. കുറുക്കന്റെ വയറ് പൊളിഞ്ഞു. കുഞ്ഞുങ്ങൾ ചാടി പുറത്തിറങ്ങി. അമ്മയാട് കുഞ്ഞുങ്ങളെ എടുത്തോണ്ടും ഓടി രക്ഷപ്പെട്ടു. താങ്ക് യു. അടുത്തത് ഒരു കവിതയാണ്. ചൊല്ലുന്നത്
എൻ്റെ പേര് ഉത്തര ഹരികുമാർ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീ വയലാർ രാമവർമ്മയുടെ ശ്രീനാരായണ ഗുരു എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലെന്നേ വരെ. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം, ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടും എപ്പോയി. മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം, ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടും എപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിന്മേൽ നിരത്തെരുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും ആ കർമ്മയോഗേന്ദ്രന്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. യുഗഹംസങ്ങൾ നീന്തുമാ മനോയമുനയിൽ ഒരു താമരമുട്ടായി വിടരാൻ നിന്നു കാലം. വെളിച്ചം കണ്ടാലപ്പോൾ വിടരും, ഇരുട്ടൊന്നു വിളിച്ചാൽ മിഴികൂമ്പും കാലത്തിൻ ചെന്താമര. ഞാനതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണ്, ഞാനതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണ്. 20ാം നൂറ്റാണ്ട് മൂളും ഗാനം. എന്റെ പൂഞ്ചിറകിന്മേൽ അമ്പെയ്തു വീഴ്ത്താൻ വീണ്ടും എന്നന്ത സംഗീതത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ കൂടിനു തീ കത്തിക്കാൻ വന്നു നിൽക്കുന്നു ചില വേടന്മാർ, വന്നു നിൽക്കുന്നു ചില വേടന്മാർ. പള്ളി സിമിത്തേരികൾക്കുള്ളിൽ നിന്നും അവർ തന്നമ്പും വില്ലും തട്ടിമാറ്റുവാൻ എന്നോടരുളും. മനസ്സിൻ്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നു കത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വാലാനാളം. ആ വിളക്കിൻ ജ്വാലാനാളം. നന്ദി. ഇനിയൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. My name is Matthew Senel. Respected all, today I stand before you to talk about something incredibly important. It's something that we all need every single day to survive. Can you guess what it is? Yes, you're right. It's water. Water is essential for our lives, and I want to share with you why it is so important. Firstly, our bodies are made up of about 60% water. Just like how plants need water to grow, we need water to stay healthy and strong. Water helps us to digest our food, absorb nutrients, and keeps our body temperature normal. Secondly, water is necessary for all living things on earth. Think about all the plants and animals around us. They all rely on water to survive. Without water, they cannot grow, reproduce, or find food. Now, let's talk about some of the ways that we use water every day. We use water for drinking, bathing, and washing our clothes. Can you imagine what would happen if there was no water? We wouldn't have enough to drink,
and our plants and animals would suffer. That's why it's so important to conserve water and use it wisely. Unfortunately, many people around the world don't have access to clean water. They have to walk long distances to find water. Even then, it might not be safe to drink. This is a big problem, and we can do something about it. We can support organizations that work to provide clean water to those in need. In conclusion, water is essential for our health, the environment, and the survival of all living things. It's our responsibility to use water wisely, conserve it, and protect it from pollution. Remember, every drop counts. Thank you for listening, and let's make a difference in the world by valuing and protecting our water. Thank you. ഇനിയൊരു ലളിതഗാനമാണ് പാടുന്നത്. എൻ്റെ പേര് അതിഥി അനൂപ്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. സത്യസ്വരൂപിണി നിത്യപ്രകാശിനി, സത്യസ്വരൂപിണി നിത്യപ്രകാശിനി, സൽഗലദേവദേവുണരൂ, ചിത്തത്തിൽ വന്നിന്നെ പുണരൂ. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. ആദിയിൽ വിശ്വഹൃദന്തത്തിൻ കലയുടെ ആദിശക്തിയാൽ അവതരിച്ചു. ആദിയിൽ വിശ്വഹൃദന്തത്തിൻ കലയുടെ ആദിശക്തിയാൽ അവതരിച്ചു. ആഴിയിലൂഴിൽ നർത്തനമാടിനി ആയുരാരോഗ്യങ്ങൾ നേർന്നു. ഉലകിന് 1000 സൗഖ്യങ്ങൾ നേർന്നു. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. സംഗീത കീർത്തനമാലയിൽ കൂടിനി ഇന്ദോളരാഗത്തിൽ പാടും. സംഗീത കീർത്തനമാലയിൽ കൂടിനി ഇന്ദോളരാഗത്തിൽ പാടും. ചുംബിച്ചുണർത്തുമെൻ മാനസമോഹങ്ങൾ ചമ്പകപ്പൂമാല കോർക്കും നിന്റെ സുന്ദരമേനിയിൽ ചാർത്താം. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കീലുങ്ങി സർഗസംഗീതമൊഴുകി. താങ്ക് യു. ഇനിയൊരു ഹിന്ദി കവിത കേട്ടാലോ? കവിത ചൊല്ലുന്നത് नमस्कार, मैं निरंजना मोहनदास हूँ. मैं कक्षा 5 में पढ़ती हूँ. आज मैं इधर महादेवी वर्मा जी की एक प्रसिद्ध कविता प्रस्तुत करना चाहती हूँ. कविता की नाम सपनों की उड़ान. ये कविता स्वप्न के बारे में वर्णन कर रही है. सपने मनुष्य की इच्छा और आकांक्षाओं के प्रतीक होते हैं. सभी मनुष्य अपने जीवन में सुंदर भविष्य के सपने देखते हैं. जीवन सपनों से बड़ा होता है. सपनों के टूटने पर व्यक्ति को निराश नहीं होना चाहिए. हमें जीवन की मुश्किलों को स्वीकार कर हंसते हुए जीना चाहिए.
आइए सुनिए सपनों को समर्पित सपनों की उड़ान कविता। तू कुछ कर अलग, तू कुछ बन अलग, तभी तो नाम कमाएगा। सपनों का है यहाँ ऊंचा आसमान, तू कुछ सोच अलग इस दुनिया से। भरना है तुझको लंबी उड़ान, तभी तो ऊंचा बन पाएगा। भरना है तुझको लंबी उड़ान, तभी तो ऊंचा बन पाएगा। माना राहों पे आएंगी मुश्किलें हजार, तो संघर्ष कर तू आगे बढ़, तभी तो सपनों साकार कर पाएगा। तो कुछ कर अलग, तू कुछ बन अलग, तभी तो नाम कमाएगा। पंख होंगे तेरे भी मजबूत, जब तो सपनों में साहस भर पाएगा। तू गिर, तू 1000 बार गिर, फिर से उठ खड़ा हो, तभी तो सपनों में उड़ान भर पाएगा। तू संघर्ष कर, तू आगे बढ़, तभी तो नाम कमाएगा। तू कुछ कर अलग, तू कुछ बन अलग, तभी तो नाम कमाएगा। जीवन में सफलता मिलेंगी तुझे भी, जब तू कर्म सच्चे से करते जाएगा। अगर करेंगे कुछ हटके इस दुनिया से, तभी तो खुद की अलग पहचान बनाएगा। तभी तो खुद की अलग पहचान बनाएगा। तू कुछ कर अलग, तू कुछ बन अलग, तभी तो नाम कमाएगा। तू जीत ले अपने आप को ही, तभी तो दुनिया को जीत पाएगा। तू जीत ले अपने आप को ही, तभी तो दुनिया को जीत पाएगा। होकर विदा इस जग से भी, आने वाले कल में भी तो जीवित ही कहलाएगा। आने वाले कल में भी तो जीवित ही कहलाएगा। तू कुछ कर अलग, तू कुछ बन अलग, तभी तो नाम कमाएगा। जीवन में सफलता मिलेंगी तुझे भी। ധന്യവാദ്. ആലുവ റൊഗേഷനിസ്റ്റ് അക്കാഡമിയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് കേൾക്കാം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നിർവഹണം ബാലനാരായണൻ, സഹായം ബിന്ദു വേണു.